വെൽക്കം എവരി വൺ. നമ്മുടെ ഈ ലേണിംഗ് ജേർണിയുടെ ഭാഗമായിട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് നോട്ട് ടേക്കിംഗ് എന്ന് പറയുന്ന കാര്യം. അതായത് നമ്മളൊരു പുതിയ ഫീൽഡ് പഠിച്ചെടുത്ത് അതിൽ കുറച്ച് വർക്കുകളൊക്കെ ചെയ്ത് ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് ഒരു കരിയർ അതിൽ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഒരുപാട് പുതിയ കൺസെപ്റ്റുകൾ നമ്മുടെ മുന്നിലോട്ട് വരും. നമുക്ക് പഠിക്കേണ്ടതായിട്ടും ഓർത്ത് വെക്കേണ്ടതായിട്ടും പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുള്ള. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ലേണിംഗ് ജേർണിയിൽ നമ്മൾ സ്വയം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ സ്വയം നോട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ഓൾറെഡി നമുക്ക് വെൽ റിട്ടൺ ആയിട്ടുള്ള നോട്ടുകളും കാര്യങ്ങളൊക്കെ കിട്ടും. ഞാനിപ്പം ഈ ഒരു യൂട്യൂബ് സീരീസിൻ്റെ ഭാഗമായിട്ട് തന്നെ കുറേ കോഡ് എക്സാമ്പിൾസും നോട്ടുകളും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്, റിസോഴ്സസ് ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ ആസ് ആൻ ഇൻഡിവിജ്വൽ നമ്മളുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് നോട്ട്സ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്ക് അറ്റ് എനി പോയിൻ്റ് റെഫർ ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മുടെ മനസ്സിലുള്ള തോട്ടുകൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഒരു ഇമാജിനേഷൻ അനുസരിച്ച് നമ്മൾ എഴുതുമ്പം അത് കൂടുതൽ മെമ്മറിയിൽ നിൽക്കാനും നമുക്ക് റീകളക്ട് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. സോ നോട്ട് ടേക്കിംഗ് മസ്റ്റായിട്ടും നിങ്ങൾ ചെയ്യണം എന്ന് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യമാണ്. അത് ഇന്ന രീതിയിൽ വേണം അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം, അല്ലാത്തത് ഒഴിവാക്കാം. പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ ഒരു ലേണിങ്ങിന് വളരെയധികം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, സോ അങ്ങനെ നോട്ട് ടേക്കിംഗ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു കോഡ് എൻവയോൺമെൻറ്റിൽ തന്നെ എങ്ങനെ ചെയ്യാൻ സാധിക്കും, അതിന് പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ എന്താണ് എന്നാണ് ഞാനിവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് നമ്മുടെ ഒരു പർട്ടിക്കുലർ ഡേറ്റാ സയൻസ് ജേർണിയിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നോട്ട് ടേക്കിങ്ങിൽ വേണ്ടി വരിക. സിമ്പിളായിട്ട് ടെക്സ്റ്റുവൽ ഇൻഫർമേഷൻ നമുക്കതിൽ വരും. ബുള്ളറ്റ് പോയിൻറ്റ്സിൽ കാര്യങ്ങൾ എഴുതേണ്ടി വരും. ചിലപ്പം ഇമേജസ് ഇടേണ്ടി വരും. പിന്നെ ഡേറ്റാ സയൻസിൽ നമുക്ക് മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ വരുന്നുള്ളത് കൊണ്ട് നമുക്കതിൽ ഇക്വേഷൻസ് ധാരാളമായിട്ട് വരും. പിന്നെ എന്തെങ്കിലും ഹൈപ്പർ ലിങ്ക്സ്, ഏതെങ്കിലും പുറത്തുള്ള ഒരു റിസോഴ്സിലോട്ടോ ഒരു പേപ്പറിലോട്ടോ ഒരു വീഡിയോയിലോട്ടോ ഉള്ള ഹൈപ്പർ ലിങ്കുകൾ നമുക്ക് കോഡിലോട്ടൊക്കെയുള്ള ഹൈപ്പർ ലിങ്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. വീഡിയോസ് ചിലപ്പം വേറെ എന്തെങ്കിലും സപ്പോർട്ടിങ് വീഡിയോസ് നമുക്കതിൽ എംബഡ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇങ്ങനെയുള്ള ഒരുപാട് രീതികളുണ്ട്. നമ്മളൊരു പേപ്പർ എടുത്ത് അതിൽ എഴുതുവാണെങ്കിൽ ദറ്റ് ഈസ് ഫൈൻ. പക്ഷേ അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതുന്നത് ഫൈനാണ്. ബട്ട് എന്നാലും കുറച്ചും കൂടെ ഈ പറഞ്ഞ എല്ലാ കാറ്റഗറിയും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, സോ അത് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു ഫയൽ ഫോർമാറ്റാണ് മാർക്ക് ഡൗൺ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ബേസിക്കലി മാർക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റ് ഫയൽ തന്നെയാണ്. നമ്മുടെ ഒരു .txt ഫയൽ പോലത്തെ തന്നെ ഒരു ബേസിക് ടെക്സ്റ്റ് ഫയൽ തന്നെയാണ്. വിത്ത് ഈ ഫോണ്ട് സൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കറക്റ്റായിട്ടും അതിൽ എക്സ്പ്ലിസിറ്റായിട്ട് പറഞ്ഞു കൊടുക്കാതെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ഫയൽ ഫോർമാറ്റാണ്. പക്ഷേ നമുക്കത് നമ്മുടെ ഗിറ്റ്ഹബിലും അതുപോലെ തന്നെ നമ്മുടെ VS കോഡിലുമൊക്കെ അതിനൊരു പ്രിവ്യൂ, അതിനെ റെൻഡർ ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. അത് ഞാനൊരു എക്സാമ്പിൾ ചെയ്ത് കാണിക്കുമ്പോൾ നമുക്കതിൻ്റെ വ്യത്യാസം എങ്ങനെയാണെന്ന് മനസ്സിലാവും. അപ്പോൾ VS കോഡിൽ തന്നെ ഓൾറെഡി ഉള്ള പ്ലഗിൻസ് ഉപയോഗിച്ച് നമുക്ക് ഒരേ സമയം അതിലോട്ട് ഇൻഫർമേഷൻ എഡിറ്റ് ചെയ്യാനും സാധിക്കും. ഇത് റെൻഡർ ചെയ്ത് വരുമ്പം എങ്ങനെ ഇരിക്കും എന്ന് കാണാനും സാധിക്കും. ഓക്കെ, ഇപ്പം ഞാനൊരു ഫോൾഡർ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ അല്ലെങ്കിൽ വർക്കിൻ്റെ ഒരു മെയിൻ റെപ്പോസിറ്ററി ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫോൾഡറിൽ വേണമെങ്കിലും ഇത് ചെയ്യാം. ഞാനിവിടെ ഒരു സിമ്പിളായിട്ട് ഒരു മാർക്ക് ഡൗൺ ഫയൽ ക്രിയേറ്റ് ചെയ്യുവാണ്. ഓക്കെ, സോ ഞാൻ demo.md എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുവാണ്. സോ ബേസിക്കലി ഇതൊരു ടെക്സ്റ്റ് ഫയലാണ്. ഇതിവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ എനിക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സിംപ്ലി ഹലോ എന്ന് ടൈപ്പ് ചെയ്തിട്ട് സേവ് ചെയ്തു. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഒരു പ്രിവ്യൂ ബട്ടൺ, ഓപ്പൺ പ്രിവ്യൂ ടു ദ സൈഡ് എന്ന് പറഞ്ഞൊരു ബട്ടണുണ്ട്. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ വന്ന കണ്ടൻറ്റ് ആസ് സച്ച് ഒരു ബേസിക് ടെക്സ്റ്റ് ഇൻഫർമേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് സിമ്പിളായിട്ടൊരു ടെക്സ്റ്റ് ഇൻഫർമേഷൻ ഇടുന്നു, ടെക്സ്റ്റ് ഇൻഫർമേഷൻ കാണുന്നു. ഇതിൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ demo.txt എന്ന് പറഞ്ഞ് സേവ് ചെയ്യുന്നതിന് പകരം .md എന്ന് പറഞ്ഞിട്ടൊരു എക്സ്റ്റൻഷൻ വെച്ച് നമ്മൾ സേവ് ചെയ്യുന്നു. അത്രയേ വ്യത്യാസമുള്ളൂ. ഓക്കെ, ഇത് ഒരു ബേസിക് ഇൻഫർമേഷൻ എങ്ങനെ ആഡ് ചെയ്യുന്നു എന്നുള്ളത്. ഇനി സപ്പോസ് എനിക്കൊരു ഹെഡിങ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ടോപ്പ് ലെവൽ ഹെഡിങ് കൊടുക്കാൻ എനിക്കൊരു ഹാഷ് ഇട്ടതിന് ശേഷം ഒരു സ്പേസ് ഇടുക. സ്പേസ് ഇട്ടതിന് ശേഷം എനിക്ക് ഹെഡിങ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇപ്പം വന്നിരിക്കുന്ന ഔട്ട്പുട്ടിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇതൊരു ലെവൽ 1 ഹെഡിങ് അല്ലെങ്കിൽ ഒരു ടോപ്പ് ലെവൽ ഹെഡിങ് ആണ്. അതിൻ്റെ ഫോണ്ട് സൈസും
കാര്യങ്ങളും എല്ലാം പ്രീസെറ്റ് ആയിട്ടുള്ളത് കൊണ്ട് ഒരു ഹൈ ഫോണ്ട് സൈസിലും ബോൾഡ് ഇതിലുമാണ് അതിൻ്റെ ഔട്ട്പുട്ട് റെൻഡർ ചെയ്ത് വരുന്നത്. ഇത് ഗിറ്റ്ഹബിൽ ഈ ഫയൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താലും ഇതുപോലെ തന്നെ റെൻഡർ ചെയ്തിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി ഇതിൽ നമുക്കൊരു ലെവൽ 2 ഹെഡിങ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഹാഷ് ഇടുക, ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതൊരു ലെവൽ 2 ഹെഡിങ് ആയിരിക്കും. ഓക്കെ, അതിന് ഡിനോട്ട് ചെയ്യാനായിട്ട് ഞാൻ 2 എന്ന് പറഞ്ഞ് കൊടുക്കുവാണ്. സോ എന്ത് ടെക്സ്റ്റ് ഇൻഫർമേഷൻ നമ്മൾ കൊടുത്താലും അതൊരു ഹെഡിങ് പോലെ അവിടെ നമുക്ക് വരുന്നതായിരിക്കും. ഇതുപോലെ നമുക്ക് ലെവൽ 3 ഹെഡിങ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. സോ ഒന്നുകൂടെ ഫോണ്ട് സൈസ് കുറഞ്ഞിട്ടുണ്ട്, ലെവൽ 4 ആഡ് ചെയ്യാം, ഒന്നുകൂടെ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 3-4 ലെവൽസ് വരെ നമുക്കിതിൽ പല പല ഹെഡിങ്സ് പോസിബിളാണ്. സോ ഹെഡിങ് ഇടുന്നത് ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇടാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും ഇക്വേഷൻസ്, നമുക്ക് എന്തെങ്കിലും ഒരു ഇക്വേഷൻ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് പോസിബിളാണ്. അത് കറക്റ്റായിട്ട് റെൻഡർ ചെയ്ത് ഒരു ലാറ്റക് ഇക്വേഷൻ ഫോർമാറ്റിൽ വരും. അപ്പം ലാറ്റക് ഓൾറെഡി അറിയാവുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻസ് ടൈപ്പ് ചെയ്യാൻ വളരെ ഈസിയാണ്. സോ ഇക്വേഷൻസ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് 2 ഡോളർ സിമ്പിളിൻ്റെ ഇടയിലായിട്ടായിരിക്കണം ആ ഇക്വേഷൻ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇപ്പോൾ എനിക്ക് x² എന്ന് പറയുന്ന ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ x എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ നോക്കിയാൽ അറിയാം അത് കുറച്ചുകൂടെ ഒരു ഭംഗിക്ക് ഇക്വേഷൻ ഫോർമാറ്റിലാണ് വന്നിട്ടുള്ളത്. ഇനി സ്ക്വയർ സൂപ്പർസ്ക്രിപ്റ്റ് വരണം എന്നുള്ളത് കൊണ്ട് ഞാൻ 2 ഇങ്ങനെ ഒരു അപ്പോസ്ട്രോഫി കൊടുത്തതിന് ശേഷം കൊടുക്കുന്നു. ഇനി ഇതിന് ശേഷം y² വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് അത് കൊടുക്കാം. ദെൻ ഈക്വൽസ് ഇത് രണ്ടിനും കോമൺ ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ നമ്മുടെ യൂഷ്വൽ x+y² ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ എനിക്കിതുപോലെ ഒരു ബ്രാക്കറ്റ് ഇടാൻ സാധിക്കും. എന്നിട്ട് ഇവിടെ അതിൻ്റെ എക്സ്പാൻഷൻ എനിക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ നമുക്ക് ഇക്വേഷൻസ് ടൈപ്പ് ചെയ്യാൻ സാധിക്കും, ഹെഡിങ്സ് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഇനി എന്തെങ്കിലും ഹൈപ്പർ ലിങ്ക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക, എന്നിട്ടൊരു ആംഗിൾഡ് ബ്രാക്കറ്റ് ഇടുക. സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇത് അപ്പിയർ ചെയ്യേണ്ട ലിങ്ക് അല്ലെങ്കിൽ ടെക്സ്റ്റ് ഇൻഫർമേഷൻ കൊടുക്കുക. ക്ലിക്ക് ഹിയർ. ഇപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു ഹൈപ്പർ ലിങ്ക് പോലെ വന്നിട്ടുണ്ട്, ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് പോയിൻറ്റിങ് ടു നോവെയർ, കാരണം നമ്മൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഒന്നും കൊടുത്തിട്ടില്ല. ഇനി എങ്ങോട്ടെങ്കിലും പോകണം, ഏതെങ്കിലും ഒരു ലിങ്ക് ഓപ്പൺ ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടെക്സ്റ്റിൻ്റെ അകത്ത് അത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഞാൻ അത് ഈ ഒരു ഇൻഫർമേഷൻ കൊടുക്കുവാണ്, www.google.com. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ ഒരു ഹൈപ്പർ ലിങ്ക് ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഓപ്പൺ അപ്പ്, അല്ലെങ്കിൽ ഓപ്പൺ ടു ഗൂഗിളിലോട്ടായിരിക്കും ഈ ലിങ്ക് പോകുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഹൈപ്പർ ലിങ്ക് ഇതുപോലെ ആഡ് ചെയ്യാം, ഹെഡിങ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഇനി ഇമേജസ് നമുക്ക് പോസിബിളാണ്. സോ ഇമേജസിന് നമ്മൾ ആക്ച്വലി ഇവിടെ ഒരു എക്സ്ക്ലമേഷൻ സിമ്പിൾ കൊടുക്കണം. അതിനുശേഷം അതുപോലെ ആ ഇമേജ് ഓപ്പൺ ആയി വന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ഇൻഫർമേഷൻ വരണമെന്നുണ്ടെങ്കിൽ അതിവിടെ കൊടുക്കുക. എന്നിട്ട് ഇമേജിൻ്റെ URL നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ജസ്റ്റ് ഏതെങ്കിലും ഒരു ഇമേജ് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിലുള്ള ഇമേജ് ആവാം, അല്ലെങ്കിൽ പുറത്തുള്ള ഒരു ഇമേജും ആവാം, ബട്ട് രണ്ടും വർക്ക് ചെയ്യേണ്ടതാണ്. സോ ഇവിടെ ഞാനത് കൊടുത്തു. സോ ആ ഒരു ഇമേജ് ഇവിടെ റെൻഡറായി വന്നിട്ടുണ്ട്. സോ ഈ രീതിയിൽ നമുക്ക് ഇമേജസ് എംബെഡ് ചെയ്യാം, അതുപോലെ യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഓൺലൈൻ വീഡിയോസ് എംബെഡ് ചെയ്യാം, ഇക്വേഷൻസ് എംബെഡ് ചെയ്യാം, ബുള്ളറ്റ് പോയിൻറ്റ്സ് ആഡ് ചെയ്യാം. ബുള്ളറ്റ് പോയിൻറ്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ സിമ്പിളാണ്. നമുക്ക് ഇതുപോലെ ഒരു ഹൈഫൻ കൊടുത്തതിന് ശേഷം പോയിൻറ്റ് എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ഇൻഫർമേഷൻ, നമ്പർ 1, ഐറ്റം 2, 3. ഇവിടെ ഈ സ്പേസിങ് മസ്റ്റാണ്, ഇല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് വരില്ല. ഒരു കളർ ചേഞ്ചൊക്കെ നമുക്ക് നോട്ട് ചെയ്താൽ അറിയാൻ പറ്റും കറക്റ്റായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ. സോ ഈ ഒരു രീതിയിൽ നമുക്ക് ബുള്ളറ്റ് പോയിൻറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ദെൻ നമുക്ക് ന്യൂമറിക് ലിസ്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ നമ്പേഴ്സ് കൊടുത്തിട്ടും
ഇതുപോലെയും ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ബുള്ളറ്റ് പോയിൻറ്റ്സ്, ഹൈപ്പർ ലിങ്ക്സ്, ഇമേജസ്, ഹെഡിങ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോസിബിളാണ്. സോ ഞാൻ ഓൾറെഡി ചെയ്ത കുറച്ച് വേറെ ഏതെങ്കിലും എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് നോക്കാം. സോ ഇതിൽ ടോട്ടലി ഹൈപ്പർ ലിങ്ക്സ് ഹെഡിങ്സ് ആണ് വരുന്നത്. ഓക്കെ, മോസ്റ്റ്ലി ഓക്കെ. സോ ഇതിലെല്ലാം ഹെഡിങ്സിൻ്റെ എക്സാമ്പിളാണ്. ഒരു മാർക്ക് ഡൗൺ ട്യൂട്ടോറിയൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫർദർ ഇനി അഡീഷണൽ എക്സാമ്പിൾസ് ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. സോ ഈ ഒരു ലിങ്കിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ഗിറ്റ്ഹബിൻ്റെ തന്നെ മാർക്ക് ഡൗൺ ട്യൂട്ടോറിയൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ യൂസ് കേസസും അത് റെൻഡർ ചെയ്ത് വരുന്നത് എങ്ങനെയാണെന്നുള്ള ഇൻഫർമേഷനാണ്. ഇത് നമ്മൾ ഹെഡിങ്സ്, നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത ഹെഡിങ് എക്സാമ്പിളാണ്. അതുപോലെ ബോൾ ഫേസ്, ഇറ്റാലിക്സ്, സ്ട്രൈക്ക് ത്രൂ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടും സാധിക്കും. സൂപ്പർ സ്ക്രിപ്റ്റ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. സബ്സ്ക്രിപ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി സിമ്പിളാണ്. നമുക്ക് ഇതുപോലെ ഒരു അണ്ടർസ്കോർ ഇട്ടതിന് ശേഷം കൊടുത്താൽ മതിയാകും. ഇതുപോലെ സബ്സ്ക്രിപ്റ്റ് വരുന്നതായിരിക്കും. ദെൻ യെസ്, ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ആക്ച്വലി നമുക്ക് കോഡ് എക്സാമ്പിൾസ് വരെ നമുക്കതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കോഡ് എക്സാമ്പിൾ പൈത്തൺ, എനി ലാംഗ്വേജ്, അത് കറക്റ്റ് ഫോർമാറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. എനിക്കൊരു പൈത്തൺ കോഡ് വേണം എന്നുണ്ടെങ്കിൽ, ബ്ലോക്കായിട്ട് വരണമെന്നുണ്ടെങ്കിൽ എനിക്കിതുപോലെ കൊടുക്കാൻ സാധിക്കും. ഒരു 3 കോഡ്സ് കൊടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ അകത്ത് ഇതുപോലെ കോഡ് ബ്ലോക്കായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇത് പൈത്തൺ ലാംഗ്വേജ് ആയതുകൊണ്ട് ഞാനിവിടെ പൈത്തൺ എന്ന് ടൈപ്പ് ചെയ്യുന്നു. സോ അതിൻ്റെ കളറിങ് ഇൻഫർമേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ കറക്റ്റായിട്ട് വരുന്നു. ഓക്കെ, സോ സ്പെസിഫിക് ആയിട്ടുള്ള കളേഴ്സൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഹൈപ്പർ ലിങ്ക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഒരുപാട് ഓപ്ഷൻസ്, നമുക്കൊരു ഡോക്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ നോട്ട് ടേക്കിംഗ് നമുക്കൊരു ഡിജിറ്റൽ ഫോമിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫയൽ ഫോർമാറ്റാണ് മാർക്ക് ഡൗൺ. സോ ഇതിൻ്റെ ബേസിക് ഇൻട്രൊഡക്ഷനാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ ആഡ് ചെയ്യാം. ബട്ട് ബേസിക്കലി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു ഇത് പറഞ്ഞത് ആയിരിക്കും മെയിനായിട്ടും, പറഞ്ഞ കാര്യങ്ങളായിരിക്കും മെയിനായിട്ടും നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ.